ഇറാൻ നേരിടുന്ന പ്രധാന സൈനിക വെല്ലുവിളികൾ. ജൂൺ 13 ഇസ്രായേൽ ആക്രമണം ഇറാന് വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു. ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നതിനു പകരം ഇസ്രായേൽ തങ്ങളുടെ ചാരന്മാരെ ഉപയോഗിച്ച് ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഡ്രോണുകൾ, സ്പൈക്ക് മിസൈലുകൾ വെച്ചുകൊണ്ട് ഇറാന്റെ എയർ ഡിഫൻസ് പലതും തകർക്കുകയും പ്രധാന പട്ടാള മേധാവികൾ, ന്യൂക്ലിയർ സയന്റിസ്റ്റ് തുടങ്ങിയവരെ കൊല്ലുകയും ചെയ്തു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തങ്ങളുടെ കൺട്രോൾ വീണ്ടെടുത്തുകൊണ്ട് ഇറാൻ തിരിച്ച് ഇസ്രായേലിലേക്ക് ആക്രമണം തുടങ്ങി. എന്നാൽ ഇറാന് ഇന്നും തങ്ങളുടെ രാജ്യത്തിന്റെ നോർത്ത് വെസ്റ്റായ അസർബൈജാൻ, സിറിയ, ഇറാഖ് ഭാഗങ്ങളിൽ നിന്നുള്ള ഇസ്രായേലിന്റെ വ്യോമ ആക്രമണത്തെ പൂർണ്ണമായി പ്രതിരോധിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇറാന്റെ ഉള്ളിൽ നിന്നുമുള്ള മൊസാദ് ഏജന്റുമാരെയും ചാരന്മാരെയും ഇറാൻ പോലീസും ജനങ്ങളും കൂടി വ്യാപകമായി പിടികൂടുന്നുണ്ടെങ്കിലും ഇന്നും ഇത്തരത്തിലുള്ള ഇറാന്റെ ഉള്ളിൽ നിന്നുമുള്ള ആക്രമണത്തെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇറാന് ആദ്യ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് ഇറാന്റെ ഉള്ളിൽ നിന്നും ലോഞ്ച് ചെയ്യപ്പെട്ട ഡ്രോണുകൾ ഇറാന്റെ എയർ ഡിഫൻസ് സംവിധാനത്തിലെ പല യൂണിറ്റുകളെയും ആക്രമിച്ചത് മൂലമാണ്. ആ എയർ ഡിഫൻസ് ശരിയായി പ്രവർത്തിക്കാൻ സാധിക്കാത്തത് മൂലമാണ് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾക്ക് ഇറാന്റെ നോർത്ത് വെസ്റ്റ് ഭാഗങ്ങളിൽ കടക്കാൻ പറ്റിയതും അതിർത്തി മേഖലയിൽ നിന്നും ഇറാന്റെ പല തന്ത്രപ്രധാന ന്യൂക്ലിയർ സൈറ്റുകളും മിലിറ്ററി സംവിധാനങ്ങളും തകർക്കാൻ ആയത്. ഈ ആക്രമണത്തിന്റെ ഫലമായി ഭൂമിക്കടിയിലുള്ള ചില ഇറാന്റെ മിസൈൽ ശേഖരങ്ങളുടെ എൻട്രൻസ് ടണലുകൾ തകർക്കപ്പെട്ടതു കാരണം ഈ ഭാഗങ്ങളിലുള്ള സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഇറാൻ ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളൂ. അത്തരത്തിൽ ടണൽ റീഓപ്പൺ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന എഞ്ചിനീയറിംഗ് ടീമിനെ അറ്റാക്ക് ചെയ്യുന്ന ചില വീഡിയോസ് ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. നോർത്ത് വെസ്റ്റ് ഭാഗങ്ങളിൽ ഇറാൻ നേരിടുന്ന വെല്ലുവിളി ഇസ്രായേലിന്റെ നിരന്തര വ്യോമ ആക്രമണം ആണെന്നിരിക്കെ ഇറാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധം ശക്തമാക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. തകർക്കപ്പെട്ട റഡാറുകൾ, ലാൻഡ് ടു എയർ മിസൈൽ ലോഞ്ചേഴ്സ് തുടങ്ങിയ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഇസ്രായേലിന് തങ്ങളുടെ യുദ്ധവിമാനങ്ങളെ ഉപയോഗിച്ചുള്ള ആക്രമണം എളുപ്പമാകില്ല. ഈ മേഖലയിലുള്ള വ്യോമ പ്രതിരോധം ശക്തമാക്കാൻ ഉള്ള ചില നീക്കങ്ങളെ ഇസ്രായേൽ തങ്ങളുടെ ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കുകയും അവയെ മിസൈൽ ഉപയോഗിച്ച് തകർക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു. ഇറാന് നോർത്ത് വെസ്റ്റിലെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം കൂടാതെ ഇസ്രായേൽ അതിർത്തി മേഖലയിൽ നിന്നും അയക്കുന്ന മിസൈലുകൾ പ്രതിരോധിക്കുവാനുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളുടെ വ്യോമ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയും. അടുത്തൊരു വെല്ലുവിളി ഇറാനിൽ നിന്ന് തന്നെയുള്ള ചാരന്മാരുടെ ഡ്രോൺ ആക്രമണമാണ്. വൻതോതിൽ ഇത്തരം ചാരന്മാരെ പിടികൂടുന്നുണ്ടെങ്കിലും അവരെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്താലേ ഇറാന് തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ വീണ്ടും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ചാരന്മാർ ഡ്രോണുകൾ ഉപയോഗിച്ച് തകർക്കാനുള്ള സാധ്യത ചെറുതല്ല. പിടികൂടിയ പല ചാരന്മാരും പറഞ്ഞത് ഇറാന്റെ ഡെസേർട്ടിലുള്ള പല തന്ത്രപ്രധാന മിലിറ്ററി സൈറ്റുകളെ കുറിച്ചുള്ള ലൊക്കേഷൻസ്, ഫോട്ടോസ് തങ്ങൾ വിദേശ പൗരന്മാർക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ്. ഇത്തരം വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇറാനുമേൽ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത്. ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇറാന്റെ വലിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കാവലായി ഡ്രോണുകൾ പോലെയുള്ള വളരെ താഴ്ന്നു പറക്കുന്ന ഭീഷണിയെ പ്രതിരോധിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഡ്രോൺ ഡിഫൻസ് സംവിധാനങ്ങൾ വിന്യസിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വ്യോമ സംവിധാനത്തെ ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ വീണ്ടും തകർക്കാൻ ശ്രമിക്കുകയും അങ്ങനെ വ്യോമ പ്രതിരോധം തകർന്നാൽ വീണ്ടും ഇസ്രായേൽ പോർ വിമാനങ്ങൾക്ക് ഇറാനിൽ മിസൈൽ വർഷം നടത്താനാകും. ഇപ്പോഴും ഇറാൻ-ഇറാഖ് ബോർഡറിൽ നിന്ന് തന്നെയാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഇറാനിലേക്ക് മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കൂടുതൽ ഇറാന്റെ ഉള്ളിലോട്ട് കടന്നാൽ തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ഇറാൻ തകർക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇസ്രായേൽ ഇപ്പോഴും ഭയപ്പെടുന്നുണ്ട്. മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായ F-35 ഇറാൻ തകർത്തു തുടങ്ങിയാൽ അമേരിക്കയുടെ മിലിറ്ററി സംവിധാനങ്ങൾക്ക് വലിയ പേരുദോഷമാവും ഉണ്ടാവുക. അടുത്ത വെല്ലുവിളി ഇറാഖ് പോലെയുള്ള ഇറാന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾക്ക് ഇസ്രായേൽ യുദ്ധവിമാനങ്ങളെ ട്രാക്ക് ചെയ്യുവാനോ പ്രതിരോധിക്കുവാനോ ഉള്ള വ്യോമ പ്രതിരോധം ഇല്ല എന്നതാണ്. ഇസ്രായേൽ പോർവിമാനങ്ങൾ ഇറാഖ്, സിറിയ അതിർത്തികളിലൂടെയാണ് ഇറാനിൽ മിസൈൽ വർഷം നടത്തുന്നത്. ഇറാഖിന്റെ വ്യോമ പ്രതിരോധം ശക്തമാക്കാൻ വേണ്ട നടപടികൾ എടുത്താൽ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾക്ക് അതിർത്തി രാജ്യങ്ങളിലൂടെ ഇനി ഇറാനിൽ ആക്രമണം നടത്താൻ കഴിയണമെന്നില്ല. വളരെ അകലെ നിന്ന് തന്നെ ഇസ്രായേലിന്റെ F-35 യുദ്ധവിമാനങ്ങളെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന റഷ്യ നിർമ്മിതമായ S-400 ഇറാന് ഓഫർ ചെയ്തിരുന്നുവെങ്കിലും ഇറാൻ തങ്ങളുടെ തദ്ദേശീയമായി വികസിപ്പിച്ച ബവാർ എയർ ഡിഫൻസ് S-400ഓളം കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് നിരസിച്ചിരുന്നു. എന്നാൽ ഇറാൻ തങ്ങളുടെ എയർ ഡിഫൻസ് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണത്തെ തടുക്കാൻ കഴിഞ്ഞേനെ എന്ന് റഷ്യയുടെ പുടിൻ പറഞ്ഞത് ഇനിയും ഇറാന് തങ്ങൾ വ്യോമ പ്രതിരോധം സപ്ലൈ ചെയ്യാം എന്നതിനും അതുപോലെ ഇസ്രായേലിനുള്ള ഒരു വാണിംഗ് ആയും കരുതാം.
ഇറാനിൽ സെൻട്രൽ, സൗത്തേൺ ആൻഡ് ഈസ്റ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള തങ്ങളുടെ ടണലുകളും ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളുമാണ് ഇപ്പോൾ പ്രധാനമായും ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലും ഇസ്രായേലിനെ തടുക്കാൻ കഴിയാതെ വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ നോർത്ത് വെസ്റ്റിലെ ഇറാഖ്, സിറിയ രാജ്യങ്ങളുടെ അടുത്തുള്ള തുരങ്കങ്ങളിൽ നിന്നുള്ള മിസൈലുകൾ പുറത്തെടുക്കുവാനും അതും കൂടെ ഇസ്രായേലിന് നേരെ ഉപയോഗിക്കുവാനും കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് താങ്ങാവുന്നതിനും അപ്പുറമാകും. ഇസ്രായേൽ ഡ്രോണുകൾ ഇറാന്റെ വ്യോമ അതിർത്തിക്കുള്ളിൽ പറന്നുകൊണ്ട് ഇറാന്റെ മിലിറ്ററി സൈറ്റുകൾ, ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചേഴ്സ്, അതുപോലെ പ്രധാനപ്പെട്ട മിലിറ്ററി ഇൻസ്റ്റലേഷൻ തുടങ്ങിയവയുടെ ലൊക്കേഷനുകൾ ഇസ്രായേലിന് കൈമാറുകയും അതുപയോഗിച്ച് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾക്ക് അവിടേക്ക് മിസൈലുകൾ അയക്കുകയുമാണ് ചെയ്യുന്നത്. തങ്ങളുടെ വ്യോമ അതിർത്തിക്കുള്ളിൽ വരുന്ന ഡ്രോണുകളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ പറ്റുന്ന ഡ്രോൺ ഡിഫൻസ് സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് നോർത്ത് വെസ്റ്റ് മേഖലകളിൽ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ ഇസ്രായേലിന്റെ ഡ്രോണുകൾ തടുക്കാനാകും. ഇറാന്റെ എയർ ഡിഫൻസ് ഇസ്രായേലിന്റെ പല ഡ്രോണുകളെയും വെടിവെച്ചിടുന്നുണ്ടെങ്കിലും ഇന്നും ചില ഡ്രോണുകൾ ഇറാന്റെ പ്രതിരോധം ഭേദിച്ചുകൊണ്ട് ഇറാനുള്ളിൽ പ്രവേശിക്കുന്നുണ്ട്. അവസാനത്തെ വെല്ലുവിളി അമേരിക്കയുടെ യുദ്ധത്തിൽ നേരിട്ടുള്ള ഇടപെടലിനെ അകറ്റി നിർത്തുക എന്നതാണ്. കാരണം അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും അത് ഇറാനും അമേരിക്കയുടെ മിലിറ്ററി ബേസുകളുള്ള അയൽരാജ്യങ്ങൾക്കും വളരെ വലിയ ഭീഷണിയുമാവും എന്ന് മാത്രമല്ല, അത് ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് തന്നെ വലിയൊരു ആഘാതം ഏൽപ്പിക്കുന്നതിനാലും ഇത്തരമുള്ള ഇടപെടലിനെ ലോകരാജ്യങ്ങൾ മുഴുവൻ എതിർക്കപ്പെടും എന്നുള്ളതിനാലും അമേരിക്ക യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. ഹൂതികളുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുമോ എന്നുള്ളത് അമേരിക്കയിലുള്ള ഇസ്രായേൽ ലോബി എത്ര ശക്തമാണോ അതിനനുസരിച്ചാകും. അത് നമുക്ക് കാത്തിരുന്നു കാണാം. ഇതൊക്കെയാണ് ഇസ്രായേലിന്റെ ആക്രമണം തടുക്കുവാനായി ഇറാന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികൾ.